നമുക്ക് ഏതൊരു ടാസ്ക് ചെയ്യണമെങ്കിലും മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടിവേഷൻ കൂടിയ ദിവസങ്ങളിൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കാറുണ്ട്. അതേപോലെ തന്നെ മോട്ടിവേഷൻ കുറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ മോട്ടിവേഷനെ സഹായിക്കുന്ന, നമ്മുടെ മോട്ടിവേഷനെ ഹൈ ലെവലിലേക്ക് ഉയർത്തുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഫാക്ടർ വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടും എന്ന് നമ്മൾ എത്ര വിശ്വസിക്കുന്നുണ്ട്, എത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത്രയും നമ്മുടെ മോട്ടിവേഷൻ ഹൈ ലെവലിലേക്ക് പോകും. രണ്ടാമത്തെ ഫാക്ടർ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ വാല്യൂ ആണ്. നിങ്ങളൊരു ടാസ്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ലൈഫിൽ അതിന് എത്ര വാല്യൂ ഉണ്ട്. ഇതിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ടാസ്ക് ചെയ്യാനുള്ള മോട്ടിവേഷനും കൂടിക്കൂടി വരും. ചുരുക്കത്തിൽ മോട്ടിവേഷൻ്റെ സിമ്പിളായിട്ടുള്ള ഫോർമുല ഇതാണ്: മോട്ടിവേഷൻ ഈസ് ഈക്വൽ ടു ബിലീഫ്സ് ഇൻറ്റു ഇമ്പോർട്ടൻസ്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു കുട്ടി 100-ൽ 80 മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അവൻ 80 മാർക്ക് കിട്ടും എന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 80 മാർക്ക് അവൻ്റെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാര്യങ്ങളും ഹൈ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ പഠിക്കാനുള്ള അവൻ്റെ മോട്ടിവേഷനും ഹൈ ലെവലിലേക്ക് പോകും. ഈ ഒരു ഫോർമുല പ്രകാരം നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ മോട്ടിവേഷൻ കുറവാണെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ആ കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ശതമാനം, അല്ലെങ്കിൽ എത്ര നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് എത്ര വാല്യൂ ഉണ്ട്. ഈ 2 ചോദ്യങ്ങളും നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള നിങ്ങളുടെ മോട്ടിവേഷൻ ലെവൽ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു.